ഹലോ ഗൈസ്, നമ്മുടെ കടയിൽ പഴംപൊരി ഉണ്ട്. പഴംപൊരി ഉണ്ടാക്കണതാണ് നമ്മളിവിടെ ചെയ്യണം. പക്ഷേ പഴംപൊരിയുടെ ബാറ്ററാണ് ഉണ്ടാക്കണം. നമ്മൾ മൈദയും പഞ്ചസാര ഓൾറെഡിനകത്ത് ഇട്ടുകൊണ്ട് മൈദ ഇടുക, ഒരു പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 200 ഗ്രാം മൈദ ഇട്ടുകൊണ്ട് അതിനൊപ്പം തന്നെ കുറച്ച് അരിപ്പൊടി വേണം, ഒരു 50 ഗ്രാം അരിപ്പൊടി, പിന്നെ ബേക്കിംഗ് പൗഡർ, ഏലക്കാപ്പൊടി കേട്ടോ, ഏലക്കാപ്പൊടി, ഇത്തിരി സോൾട്ട് ഇടണം, നുള്ളു സോൾട്ട്. പിന്നെ കടയിലത്തൊക്കെ ആകുമ്പോൾ കാണാൻ ലുക്ക് വേണ്ട, അല്ലെങ്കിൽ ആളുകൾ മേടിക്കില്ല. ലുക്കില്ല എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇത്തിരി കളർ ചേർക്കണം, യെല്ലോ കളറാണ് മഞ്ഞപ്പൊടിയോ ചേർക്കാം. ഇതിപ്പോൾ യെല്ലോ കളറാണ്. ഒരു കുറച്ച് മതി, ഒരു പേരിന് മാത്രം. ഇനി വെള്ളമൊഴിച്ച് കലക്കുക. വെള്ളം അധികം തിക്കാവാനും പാടില്ല, അങ്ങനെ കണ്ടവാൻ ലൂസും ആകരുത്. നമുക്ക് ആവശ്യം ഒഴിക്കുക. ഈ അരിപ്പൊടി ചേർക്കണ ഒരു ഇത്തിരി ക്രിസ്പി കിട്ടാൻ വേണ്ടിയാണ്. അത് കോൺഫ്ലോർ ആണെങ്കിൽ ചേർക്കണ്ട. മൈദ, പഞ്ചസാര, അരിപ്പൊടി, ഏലക്കപ്പൊടി, ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഇത്തിരി പഴയ അരിമാവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ദോശയുടെ മാവില്ലേ, നമുക്കതൊന്നുമില്ല. ഇവിടെ ദോശയില്ലാത്ത കാരണം ആ സംഭവം ഇല്ല. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ആ സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ബ്രെഡൊക്കെ പൊരിക്കണം. അതിനകത്തെ കുറച്ച് എള്ളി ചേർക്കണം. നമ്മളിന്ന് പഴംപൊരി ഉണ്ടാക്കണമെന്നില്ല, ബ്രെഡ് പൊരിയാണ്. കാരണം ഇപ്പോൾ ലാവശ്യമായിട്ട് മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് പഴംപൊരിക്ക് ഡിമാൻഡ് കുറഞ്ഞാണ്. ഈ കടയെന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാ സാധനവും നിന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ചെറിയ കൊടുപ്പൊക്കെ ഉണ്ടാവും. മാറ്റി ഉണ്ടാക്കും.